33 വർഷമായി യു എയിലുള്ള ഒരു പ്രവാസി മലയാളിയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. 57 വയസ്സുണ്ട് ആൾക്ക്. പേരിന് മുൻപ് വയസ്സ് പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം ന്യൂജൻ പിള്ളേർ കയ്യിലിട്ട് അമ്മാനമാടുന്ന AI ഉപയോഗിച്ച് ഒരു പ്രത്യേക വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കണ്ണൂർ സ്വദേശിയാണ്. ഹമീദ് എന്നാണ് പേര്. അപ്പോൾ പ്രത്യേകിച്ച് എത്ര നാളായി ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട്? എന്താണ് യു എയുമായിട്ടുള്ള ഒരു ആത്മബന്ധം? ഞാൻ 33 വർഷമായി യു എയിൽ ജീവിക്കാൻ തുടങ്ങി. 17 വർഷം അബുദാബിയിലായിരുന്നു. ഇപ്പം 16 വർഷം കഴിഞ്ഞു ദുബൈയിൽ. ഇപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. പ്രായമൊക്കെ ആയില്ലേ. അപ്പം നമ്മൾ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ അനുഭവം, അതായത് 33 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ ആയുസിൻ്റെ പകുതിയിലധികം ഞാൻ ജീവിച്ചത് കൂടിയാണ്. ആ കാലത്തിൻ്റെ ഇടയിൽ നമുക്കുണ്ടായ അനുഭവം, പ്രത്യേകിച്ച് ഈ നാട്ടിലത്തെ ജനങ്ങളുടെ ഉപരിയായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമങ്ങളും നമുക്കുണ്ടായ സ്വാതന്ത്ര്യം, സൗകര്യം. ഞാനിവിടെ വന്നത് നമ്മളെല്ലാവരും വരുന്നത് സാമ്പത്തിക ഉന്നതി ലക്ഷ്യം വെച്ചാണെങ്കിലും ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് അത് മാത്രമല്ല, അതിനപ്പുറത്തെ വൈവിധ്യമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ നാടിനെ കുറിച്ചിട്ട് നാടിനുണ്ടായ അനുഭവങ്ങൾ, അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വിവരിക്കണമെന്നില്ല. ഇവിടെ ജീവിച്ച എല്ലാവർക്കും ആ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത്രയും സമ്പന്നമായ അനുഭവം കൊണ്ട് ഞാൻ വെറുതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ എന്ന രീതിയിൽ ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ചെയ്ത് ഇട്ടാലും മതിയായിരുന്നു, പക്ഷെ അത് പോരാ. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു താല്പര്യം ഈ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ശരിക്കും ആദ്യം ഉദ്ദേശിച്ചത് ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാനാണ്. ജനറേറ്റ് ഷോർട്ട് ഫിലിമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രൊമോ സോങ് പോലെ ഒരു 30 സെക്കൻഡിൻ്റെ സോങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ജെമിനിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. കുറച്ച് ലെങ്തി വേർഡ്സ് ആണ്. അപ്പോൾ അതിലവർ സെലക്ട് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് തരുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിനൊക്കെ ലഭിച്ചത് 3 മിനിറ്റിലെ നല്ല ഒരു അടിപൊളി സോങ് ആണ് അറബിയിൽ. അതൊത്തിരി അത് കണ്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, ഇതെന്താ സംഭവം എന്നുള്ളത്. കാണിച്ചാൽ അതിന് മുമ്പും ശേഷവും എനിക്ക് ഈ 3 മിനിറ്റിൻ്റെ സോങ് കിട്ടിയില്ല. അപ്പം അത് കിട്ടിയപ്പോഴും അത് കേട്ടപ്പോഴും അത് സുഹൃത്തുക്കളെ കേൾപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. കാണിച്ചാൽ നമ്മൾ ഇവിടെ അറബി വലിയ വലിയ ഗായകരൊക്കെ പാടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സോങ്. അപ്പോൾ അതിന് വിഷ്വൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വിഷ്വൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിയത്. അപ്പോൾ അത് വിചാരിച്ചതിനെക്കാട്ടി ഒരുപാട് സമയം എനിക്ക് എടുക്കേണ്ടി വന്നു. ഒരു 2 മാസത്തോളം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് വന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാനം. ഇത് എൻ്റെ അനുജൻ കുറച്ച് വരികൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഞാനും ചേർത്തു. ChatGPT അത് ഒരു അറബിയിലേക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ChatGPT ഒരു പാട്ടിൻ്റെ രൂപത്തിൽ തരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനത് ജെമിനിയിലിട്ട് ഒരു 30 സെക്കൻഡ് പ്രതീക്ഷിച്ച് 3 മിനിറ്റ് കിട്ടി. ഇതിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഈ നാട് നമുക്ക് തന്നത് വെറും സമ്പാദ്യം മാത്രമേ. നമ്മുടെ നാട് സമ്പന്നമായിട്ടുണ്ട്, പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയാൻ വെച്ചാൽ, ഓണം മുഴുവൻ മലയാളികൾ ആഘോഷിക്കാൻ തുടങ്ങിയത് ഗൾഫിലാണ്. പിന്നീടാണ് അതൊരു നാട്ടിലേക്ക് അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന്, അതായത് പെരുന്നാളായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും ഇവിടെ മുഴുവൻ ആൾക്കാരാണ് ആഘോഷിക്കുക. അങ്ങനെ പറ്റും എന്നുവെച്ചാൽ ആ രീതിയിലാണ് ഇവിടെ ജീവിതം, നമ്മളെ ഒന്നിച്ച് താമസിക്കുന്ന പല ആൾക്കാരെയും. അപ്പോൾ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു നമുക്കുണ്ടായിട്ടുള്ളൊരു എന്താ പറയുക സംഭാവന എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ വളരെ മികവോടെ പറയുന്ന നമ്മൾ സെക്യുലർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതിനൊരു ബലം നൽകുന്നത് ഇവിടെയുള്ള അനുഭവങ്ങളാണ്.
عبر الأجيال يمتد عطاء الخير وتتناقه القلوب كما أعرفه أنا وفي اليد الممدودة بحثا عن الرحمة يفيض الحنان ليملأ العالم أجمعا. എനിക്ക് ഇനി ചെയ്ത് തീർക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം അത് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ നമ്മളെ മലയാളികളെ മാത്രം ഒരു മലയാളത്തിലൊരു AI സോങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലം കൂടി ഇവിടെ നിൽക്കണം എനിക്ക്. അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എൻ്റേതായ ഒരു തീരുമാനമാണ്. അപ്പം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് തരും. മക്കൾ പറഞ്ഞു ഉപ്പതിന് വിട്ട പറഞ്ഞു നാട്ടിൽ പോയിട്ട് വിശ്രമ ജീവിതം നയിക്കുക പറഞ്ഞു. അപ്പം ഞാൻ ഈ കാര്യത്തിൽ അടങ്ങുമ്പോൾ ഉപ്പന്തിനെ ഇങ്ങനെ അതായത് അവരുദ്ദേശിക്കുന്നത് ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെയും ക്ഷമിക്കാന്നില്ല. ഞാൻ പറഞ്ഞു മക്കളെ ജോലിയല്ല, നാട്ടിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സാധാരണ ഒരു ഗൾഫ് ഒരു വിശ്രമ ജീവിതം അത് നമുക്ക് ആലോചിക്കാനും പറ്റുന്നില്ല. അപ്പോൾ മക്കൾ പറയുന്ന ഉപ്പ ഏകദേശം നമ്മളെ നോക്കി ഉപ്പൻ്റെ ആ ഒരു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി എൻ്റെ കളിച്ചെടുക്കാനുള്ള പ്രായമാണ്. അപ്പം ആ സമയത്ത് എനിക്ക് എന്തൊക്കെ തോന്നുന്നു ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴുള്ള ഉദ്ദേശം. ഒന്നല്ല 1000 മാതൃകകൾ ഒരേപോലെ പകർന്നു നൽകുകയാണ് ഹമീദ്. അതായത് വന്ന് താൻ ജീവിച്ച നാടിനെ AI-യിലൂടെ അടയാളപ്പെടുത്തുക, മാത്രമല്ല ഈ ഒരു പ്രായത്തിൽ AI-യുമായി അത്രയും അധികം ചങ്ങാത്തം കൂടുക, അതിനപ്പുറത്തേക്ക് ഇത് തൻ്റെ കളിച്ചു നടക്കേണ്ട പ്രായമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയായി ഈ പ്രായത്തിലും ചെയ്യാനുണ്ട്. തനിക്ക് അങ്ങനെ പല ടൂളുകളും യൂസ് ചെയ്യാൻ പല മേഖലകളിലേക്കുമൊക്കെ കടന്നു ചെല്ലാനൊക്കെ കഴിയും. ഇത്തരത്തിൽ അത് AI പോലെയുള്ള പുതിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഈ പ്രായത്തിലുള്ളവർക്ക് പകർന്നു നൽകുകയാണ്. എന്തായാലും ഇനിയും ഇക്കായിൽ നിന്നും അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.